ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, VB എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ കാണാം, നമ്മുടെ ഹ്യൂണ്ടയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രോപ്പർ കൊല്ലത്തല്ല ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിൽ തന്നെ നമ്മുടെ ചുങ്ക പ്രൈസ് ഹ്യൂണ്ടയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവർക്ക് കൊല്ലത്തിന് ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് കൊല്ലത്തെ മെയിൻ ബ്രാഞ്ചിൽ നിന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കരുനാഗപ്പള്ളി വരെ വരേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് എന്നാൽ പിന്നെ ഈ ഒരു ഷോറൂമിൽ നിന്ന് വീഡിയോ എടുത്തേക്കാം എന്ന് കരുതി. കാരണം ഞാൻ കൊല്ലം വരെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. എന്നാൽ പിന്നെ ഇവിടെ കയറി വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി. ഈ ഒരു ലൊക്കേഷനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പുത്തൻതെരുവ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. അവിടെ തന്നെ ഈ ഒരു ഷോറൂമിന് ഓപ്പോസിറ്റായിട്ട് ESA ഹോസ്പിറ്റൽ നമുക്ക് വരുന്നുണ്ട്. ESAയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ മുതലേ ഇവിടെ ഹ്യൂണ്ടയുടെ ഷോറൂം തന്നെ ആയിരുന്നു ഉള്ളത്. ഇതിന് പുറകിലായിട്ടാണ് ഇതിൻ്റെ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ESAയോട് ചേർന്ന് തന്നെ വാഹിനി ഹോണ്ടയുടെ 2 വീലർ ഷോറൂം നമുക്ക് വരുന്നുണ്ട്. റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കരുനാഗപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു 2-3 കിലോമീറ്ററാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. അതല്ല നിങ്ങൾ ആലപ്പുഴ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി എത്തുന്നതിന് മുന്നേ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടും ഈ ഒരു ഷോറൂം കാണാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ലൊക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. കറക്റ്റായിട്ട് നമുക്കിവിടെ എത്താനും പറ്റും. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണ്? ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ഒരു ചർച്ചാ വിഷയമാണ് പ്രൈസ് മാറിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹ്യൂണ്ടയുടെ വാഹനങ്ങൾക്ക് എത്രത്തോളം പ്രൈസ് മാറിയിട്ടുണ്ട്, അതേപോലെ എത്രമാത്രമാണ് ഓഫേഴ്സ് നൽകിയിട്ടുള്ളത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. കൂടാതെ താഴെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയോട് പറഞ്ഞു തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പം വീഡിയോയിലോട്ട് സ്വാഗതം. ജസ്റ്റ് പേരെന്ന് പറഞ്ഞു. എൻ്റെ പേര് അരുൺ. ഞാൻ ഇവിടുത്തെ ആക്ടിംഗ് ടീം ലീഡറാണ്. ഓക്കെ. അവൻ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് ഒരു വീഡിയോ എടുക്കണമെന്നും പെട്ടെന്നൊന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക. നേരത്തെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ഓരോ വണ്ടിയും കുറച്ച് വേറെ ഒന്നുമില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഈ ഒരു പ്രൈസ് ഒക്കെ മാറിയിട്ടുണ്ടല്ലോ, പ്രൈസ് എത്രയൊക്കെ മാറിയിട്ടുണ്ട്, അതേപോലെ ഓഫർ എത്രയൊക്കെ ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ മാത്രം എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ എൻട്രി ലെവലോട്ട് ഇരുന്നൊരു മോഡൽ എന്ന് വെച്ചാൽ ഒരു ഗ്രാൻഡ് ആയിട്ടാണല്ലോ, ഗ്രാൻഡ് ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം പ്രൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്, ഓഫറും എല്ലാം അവൈലബിൾ ആണ്, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? നമുക്ക് ഇപ്പോൾ ഈ കിടക്കുന്നത് ഗ്രാൻഡ് ആയിട്ടാണ് സ്പോർട്സ് എന്ന് പറയുന്ന വേരിയൻറ്റാണ്. പക്ഷേ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ എന്ന് പറയുന്ന മോഡലിലോട്ടാണ്. ഇറ എന്ന മോഡലാണ്. അതിനൊരു ഇറയ്ക്ക് എത്ര വരുന്നുണ്ട്, പ്രൈസ് എത്ര വരുന്നുണ്ട്? ഇറയുടെ പ്രൈസ് വരുന്നത് 5,98,000 രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഉള്ള പ്രൈസ് ഇപ്പോൾ 5,47,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഓക്കെ. 5,98 കിടന്നത് 5,47 മാറി. ഏകദേശം ഒരു 51,000 രൂപയുടെ വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. ബേസ് മോഡലിൽ തന്നെ വന്നിട്ടുണ്ട്. എത്ര വേരിയൻസിലാണ് നമുക്ക് വരുന്നത് മൊത്തം വണ്ടി? നമുക്കാണെങ്കിൽ 5 വേരിയന്റ് ഓൾറെഡി നമുക്കുണ്ട്. 5 വേരിയന്റിനകത്തും പ്രൈസിനകത്ത് ഡിഫറൻസ് വന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ബേസ് മോഡലിലാണ് 51,000 രൂപയുടെ വ്യത്യാസം. അപ്പോൾ ഒരു സെക്കൻഡ് വേരിയന്റ് എത്ര രൂപ കുറഞ്ഞിട്ടുണ്ട്? സെക്കൻഡ് വേരിയന്റിലോട്ട് വരുമ്പോൾ നമുക്ക് കോർപ്പറേറ്റ് എന്ന് പറയുന്നത് മാഗ്ന എന്ന് പറയുന്ന ഒരു മോഡലിലോട്ടാണ് വരുന്നത്. അതിനകത്ത് ഒരു 58,000 രൂപയുടെ വ്യത്യാസം. 58,000. പിന്നെ ഇന്ന് കോർപ്പറേറ്റ് വരുന്നുണ്ടല്ലോ, അതിനകത്ത് എത്ര രൂപ? അതിനകത്ത് വലിയൊരു വ്യത്യാസം വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നയും കോർപ്പറേറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ള പ്രൈസ് ഡിഫറൻസ് വന്നിരുന്നത്. അതുകൊണ്ട് 2,000 രൂപയുടെ വേരിയേഷൻ ഉള്ളു. അതൊരു 60 രൂപ തന്നെ, 60 രൂപ ആ റേഞ്ചിൽ തന്നെ നമുക്ക് ഒരു പ്രൈസ്, അതായത് ഒരു 58, ഏറ്റവും കുറഞ്ഞ ഒരു 58,000 രൂപയുടെ വ്യത്യാസം നേരത്തെ ഉള്ള വിലയിൽ നിന്ന് പുതിയ ഒരു ഐറ്റം ഈ സമയത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന വ്യത്യാസം എത്രയാണ്? ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ആസ്ത എന്ന് പറയുന്ന മോഡലാണ്. ഓക്കെ. ആ ആസ്ത എന്ന് പറയുന്ന മോഡലിനകത്ത് 65,000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. അതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിലോട്ട് വരുമ്പോൾ നമുക്ക് 70,000 രൂപയുടെ വ്യത്യാസം, 70,000 വില വ്യത്യാസം വന്നു. ഓക്കെ. അപ്പം വിലക്കകത്ത് നമുക്ക് ഇത്രയും വ്യത്യാസം വന്നു. നോർമലി ഉള്ള ഡിസ്കൗണ്ട് കൂടാതുള്ള വ്യത്യാസം അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇത്രയൊരു വില വ്യത്യാസം വന്നു. അപ്പോൾ നമ്മൾ ഓഫറായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇപ്പം? നോർമൽ നമുക്ക് 20,000 രൂപ 25,000 രൂപയൊക്കെ ഓരോ വേരിയന്റ് ബേസ് ആയിട്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ക്യാഷ് ഓഫർ അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും വരുന്നു. എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ എന്താ കൊടുക്കുന്നുണ്ട്? 25,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് തന്നെ വരുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് ഓഫർ എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് കസ്റ്റമർക്ക് കിട്ടുന്നത്? ഗവൺമെന്റ് എംപ്ലോയീസ് വരുന്ന ഓഫറാണ് കോർപ്പറേറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ. അല്ലെങ്കിൽ സെലക്ടഡ് എന്തെങ്കിലും പ്രൈവറ്റ് ജോലി, റൂറൽ സ്കീം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു 5,000 കൂടെ വരുന്നുണ്ട്. വേറെ വരുന്നുണ്ട്. അതെങ്ങനെയാണ്? പ്രൈവറ്റുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ റൂറൽ ഏരിയയുള്ള ആളുകൾക്ക് വേണ്ടി എക്സ്ട്രാ വരുന്ന ഒരു സ്കീം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഗവൺമെന്റ് മാത്രമല്ല അല്ലാതുള്ള ആളുകൾക്കും സ്കീം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ആയിട്ടിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു കസ്റ്റമർക്ക് നേട്ടം തന്നെയാണ്. ഉറപ്പായിട്ടും. നമുക്ക് എന്നോട്ടാണ് ഇതൊരു പ്രൈസ് ഇപ്പോൾ നമുക്ക് ബില്ലിംഗിലേക്ക് വരുന്ന സമയത്ത് എന്നോട്ടാണ് അത്? 22-ാം തീയതി തൊട്ട് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കസ്റ്റമർ എല്ലാം പറയുന്നത് 22 ശേഷം ബില്ലടിച്ചാൽ മതി. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നിങ്ങൾക്ക് നല്ല ജോലി തിരക്കായിരിക്കും. ഉറപ്പായിട്ടും. ബുക്ക് ചെയ്ത കസ്റ്റമർ തന്നെ ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും ഇപ്പം
ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഉണ്ട് ബുക്ക് ചെയ്യുന്ന കസ്റ്റമർ പോലും പറയുന്നത് 22-ാം തീയതി കഴിഞ്ഞിട്ട് ബില്ല് ചെയ്താൽ മതി. ബില്ല് ചെയ്താൽ അപ്പോൾ ആർക്കും വണ്ടിക്ക് അത്യാവശ്യമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അല്ലെങ്കിൽ വേളമാണ് വണ്ടി എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടും. ഇപ്പോൾ ആർക്കും വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഗ്രാൻഡ് ആയിട്ടിനെ കുറിച്ച് പറയേണ്ടത്. ഇതിനൊരു സെഡാൻ വാഹനം വരുന്നുണ്ടല്ലോ, നമ്മുടെ ഓറ എന്നൊരു വാഹനം. അപ്പോൾ അതിൻ്റെ സെയിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം? ഓൾമോസ്റ്റ് നോർമൽ എല്ലാവരും ഹാച്ചിലോട്ടാണ് പോകുന്നത്. സെഡാനിലോട്ട് പൊതുവെ ആളുകൾ കുറവാണ്. അപ്പോൾ എനിക്ക് ആൾക്കാർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ വണ്ടി ഉണ്ടല്ലോ, ഒരു ഡിക്കിക്ക് വേണ്ടി എന്തിനും അധികം പൈസ കൊടുക്കണം എന്നതായിരിക്കും ആളുകളുടെ ഒരു ചിന്ത. അതെ, ഡിക്കി സ്പേസ് കാര്യം നോക്കുവാണെങ്കിലും അത് ഒരു വലിയ വണ്ടിയാണ്. അതെ. പലർക്കും ഈ പാർക്കിങ്ങിന്റെ ബുദ്ധിമുട്ട് വരും, വീട്ടിലോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ആ ഒരു സെഡാൻ വാഹനങ്ങൾ ആൾക്കാർ ഒഴിവാക്കുന്നത്. ഓക്കെ, അത് വിടാം നമുക്ക്. ഓഫറിലേക്ക് തന്നെ വരാം. അതിനെന്താ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ഒരു മാസം? ഈ മാസം അതിന് വന്നേക്കുന്നത് 20,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. എക്സ്ചേഞ്ച് ബോണസ് 20,000 രൂപ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഓഫർ 5,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഓഫർ ഓൾറെഡി നമുക്കുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി പ്രൈസിനകത്ത് എന്താ വ്യത്യാസം വന്നിട്ടുണ്ട്? വേരിയൻസ് ഒക്കെ എങ്ങനെയാണ് അതിനകത്ത് വരുന്നത്? CNG ഉണ്ടോ, ഡീസൽ ഉണ്ടോ, എങ്ങനെയാണ് അതിനെക്കുറിച്ച്? ഓറയ്ക്കകത്ത് പെട്രോളും CNG മാത്രമേ ഉള്ളൂ. പെട്രോളിനകത്ത് വരുന്നത് നമുക്ക് 4 മോഡലാണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 50 രൂപ 51 രൂപയ്ക്ക് അടുപ്പിച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഏറ്റവും ബേസ് മോഡൽ എന്താ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 654 നമുക്ക് പഴയ പ്രൈസിൽ വരുമായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ 598 ഓക്കെ. 654 നിന്ന് 598 മാറിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് അവൈലബിൾ ആണോ ഇതിന്? ഓട്ടോമാറ്റിക് ഒറ്റ വേരിയന്റ് മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുള്ളായിരുന്നു. അതിന്റെ പ്രൈസ് എത്ര? അപ്പോൾ നമുക്ക് 2 വേരിയന്റിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര ഓട്ടോമാറ്റിക്കിന്റെ വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിന് വരുന്ന 738. അത് പുതിയ ട്രിം ആയതുകൊണ്ട് പുതിയതായിട്ട് വന്നതുകൊണ്ട് അതിന് പഴയ പ്രൈസ് ഇല്ല, പുതിയ പ്രൈസ് തന്നെയാണ്. അപ്പോൾ നേരത്തെ ഉള്ള ഓട്ടോമാറ്റിക്കിന് എങ്ങനെയാണ്? നേരത്തെ ഉള്ളത് SX Plus എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആയിരുന്നു. അത് ഫുൾ ഓപ്ഷന്റെ താഴത്തെ മോഡലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആ മോഡൽ വരുമ്പോൾ നമുക്ക് 894 ആയിരുന്നു ഓൺ റോഡ് പ്രൈസ്. അത് 818 നമുക്ക് കിട്ടും. 818 നമുക്ക് കിട്ടും. 76,000 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്ഷോറൂം പ്രൈസ് ആണ്, ഓൺ റോഡ് പ്രൈസ് ആണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ നേരത്തെ ഓൺ റോഡ് എന്ന് പറഞ്ഞതുപോലെ തോന്നി, ഞാൻ ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തതാണ്. എക്സ്ഷോറൂം പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ട്. പിന്നെ CNG വരുന്നുണ്ടല്ലേ? CNG ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? CNG വരുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നേക്കുന്നത് ഈ CNG ബേസ് മോഡലോട്ട് CNG വരുന്നുണ്ട്. ഓക്കെ. 837 ആണ് നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. 765 നമുക്ക് CNG സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് അതിനകത്ത് തന്നെ? പ്രൈസ് 72,000 രൂപ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? 71,000 വരുന്നുണ്ട്. ഏറ്റവും ബേസ് മോളിൽ എത്ര രൂപ ഇപ്പം നിലവിൽ കുറഞ്ഞേക്കുന്നത്? ഈ ഒരു ടാക്സിന്റെ ഇത് ഏറ്റവും ബേസ് മോളിൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്? 71,000 രൂപ വരെ വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. നല്ലൊരു ലാസ്റ്റ് വരുന്ന 71,000 തൊട്ട് 91,000 രൂപയുടെ വ്യത്യാസം വരെ വന്നിട്ടുണ്ട്. 71,000 തൊട്ട് 91,000 വരെ വ്യത്യാസം ഓറ എന്നൊരു മോഡലിൽ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തേക്ക് വന്നാലോ? ഇത് i20 എന്ന് പറയുന്ന മോഡലാ. i20 അതെ. ഇത് i20 സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് ആയി കിടക്കുന്നത്. സ്റ്റാറിനൈറ്റ് എന്ന് പറയുന്ന കളർ. നമുക്ക് പക്ഷേ മാഗ്ന എന്ന് പറയുന്ന മോഡൽ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. അതിന്റെ എങ്ങനെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നേരത്തെ ഉള്ള പ്രൈസ് 750 നമ്മൾ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് 686 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു എത്ര രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്? ഏകദേശം ഒരു 64,000 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. i20 ഏറ്റവും ബേസ് മോഡലിൽ. ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ പ്രൈസ് വരുന്നത് i20? ടോപ്പ് എൻഡിലോട്ട് വരുമ്പോൾ ഏതാണ്ട് ഒരു 80,000 രൂപ പ്ലസ് നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് 80,000 രൂപയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഓഫർ എങ്ങനെയായിരുന്നു? വരുന്നുണ്ടോ ഓഫർ? 20,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അത് പുതിയ ട്രിമ്മിലുള്ള വണ്ടികൾക്കാണ്. പഴയ ട്രിമ്മിലുള്ള വണ്ടികൾ കിടക്കുന്നതിന് നമുക്ക് 30,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ പഴയ ട്രിമ്മിലുള്ള വണ്ടികൾ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശം? അല്ല, പഴയ ട്രിം എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള വണ്ടി തന്നെയാണ്. അത് പഴയ കിടക്കുന്ന സ്റ്റോക്ക് ഒന്നും അല്ല. പുതിയ ട്രിമ്മിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ചെറിയൊരു ഫീച്ചേഴ്സുകൾ വ്യത്യാസമാണ്. ഓക്കെ. ഞാൻ പെട്ടെന്ന് ഉദ്ദേശം എന്താണെന്ന് അറിയോ? 24 ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കാണുന്നവർക്ക് ആ സെയിം സംശയം തന്നെ മനസ്സിൽ വരും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ വരുന്നത് ഇൻ കേസ് നമ്മുടെ ഈ സ്റ്റോക്ക് ഇല്ലാതെ പുതിയത് കയറി വരുന്നതായിരിക്കും ന്യൂ ട്രിമ്മിലുള്ള വണ്ടികൾ. ഓക്കെ, മനസ്സിലായി. അത് പഴയ വണ്ടികളല്ല, ഓൾറെഡി സ്റ്റോക്ക് ഉള്ള വണ്ടികൾ തന്നെ. ചെറിയൊരു വ്യത്യാസം വന്ന വണ്ടി. അതിന് 30,000 ഓഫർ 30,000 രൂപ ഓഫർ വരും. മറ്റേത് പുതിയ ട്രിമ്മ് വരുമ്പോൾ 20,000 ഓഫർ വ്യത്യാസം വരും. അപ്പോൾ ഒരു നിലവിൽ ഇപ്പോൾ ഒരു i20 കിടക്കുന്ന കസ്റ്റമർക്ക് ഒരു 2 മാസം മുന്നേ എടുത്തവരെന്ന് വെച്ച് നോക്കുമ്പോൾ 1,00,000 രൂപയുടെ ഒരു വ്യത്യാസം ലാഭം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം യൂസർ കാറിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഇത് അവരെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. നമ്മുടെ i20 ഇതുവരെ നൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഒരു വേരിയന്റ് വന്നിട്ടില്ല. അതേപോലെ ഒരു ബ്ലാക്ക് കളറും വന്നിട്ടില്ല. അതിപ്പോ പുതിയ ട്രിം എന്നുള്ള രീതിയിൽ വന്നേപ്പോണ്ട്. അതിനാണ് ഈ വ്യത്യാസം വന്നേക്കുന്നത്. ശരി. അപ്പൊ മറ്റുള്ള ഒരുപാട് വേരിയൻസിലൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം വില വ്യത്യാസം എത്രയാണെന്ന് മനസ്സിലായല്ലോ, ഓഫറും എത്ര ഉള്ളതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഇനി അടുത്തേക്ക് പോകാം. നമുക്ക് അടുത്ത കിടക്കുന്നത് എക്സ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് വണ്ടികളില്ല. എക്സ്റ്റർ അങ്ങനെ മറ്റൊരു ബ്രാൻഡിന്റെ ഒരു വണ്ടി
അങ്ങനെ ഒന്ന് രണ്ട് മോഡലുകൾ വരുന്നുള്ളൂ, കുറവാണ് ഈ ഒരു സെഗ്മെന്റിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു കച്ചവടം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാര്യം അത്യാവശ്യം സെയിൽ ഉണ്ട് ഈ വണ്ടിക്ക്. അത്യാവശ്യം ഫീച്ചേഴ്സ് തൊട്ട് 6 എയർ ബാഗും എല്ലാ കാര്യങ്ങളും ബേസ് മോഡലോട്ട് നമുക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് ഇത് ഇറങ്ങിയത് തന്നെ 599 എന്നുള്ള രീതിയിൽ പ്രൈസ് വെച്ചിട്ട് ഇറങ്ങിയത്. ഇപ്പൊ 620 ഓക്കെ, വില പിന്നെ മാറിയിട്ടുണ്ടല്ലോ. 599 അല്ല വില, 620. ഇപ്പൊ എത്ര വില? ഇപ്പൊ അത് കുറഞ്ഞിട്ട് 568 നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് വണ്ടി ലോഞ്ച് ചെയ്തത് പോലും 599 അതിൽ കുറച്ച് നമ്മൾ കൊടുക്കും. അപ്പൊ അതിൽ കുറച്ചാണ് ഇപ്പോഴത്തെ വില. 568 ഇപ്പം എക്സ് ഷോറൂം പ്രൈസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വേരിയൻസ് ഉണ്ട്, അതായത് ഡീസൽ, പെട്രോൾ, CNG ഒക്കെ വരുന്നുണ്ട്. ഇത് പെട്രോളും CNG മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. CNGക്കകത്ത് 2 കാറ്റഗറി വരുന്നുണ്ട്, സിംഗിൾ സിലിണ്ടറും വരുന്നുണ്ട്, ഡ്യുവൽ സിലിണ്ടറും വരുന്നുണ്ട്. സിംഗിൾ സിലിണ്ടർ ഡ്യുവൽ, അത് കപ്പാസിറ്റി കൂടും. അല്ല സെയിം കപ്പാസിറ്റി തന്നെ, സ്പേസ് കൂടും. സ്പേസ് കൂടും. ഓക്കെ. ലഗേജ് സ്പേസ് നമുക്ക് ഡ്യുവൽ സിലിണ്ടറിനകത്ത് കൂടുതലായിരിക്കും. അപ്പം ഈ ഡ്യുവൽ സിലിണ്ടർ എന്ന വണ്ടിക്ക് വില വ്യത്യാസവും കാണും. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അത് കസ്റ്റമർ ചോയ്സ് ആണ്, പൈസ അനുസരിച്ച് സ്പേസ് വേണ്ടവരാണ് അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ടാക്സി പെർമിറ്റ് ഉണ്ടോ ഇതിനകത്ത്? ടാക്സി പെർമിറ്റ് ഉണ്ട്. നമ്മൾ ബേസ് മോഡലിന്റെ വില വ്യത്യാസം പറഞ്ഞു, ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് നോക്കേ. നമുക്ക് അത്യാവശ്യം വില വ്യത്യാസം വന്ന് കാണുമല്ലോ. ഉറപ്പായിട്ടും 10,50,000 രൂപയായിരുന്നു ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ വില വന്നിരുന്നത്. അത് 9,64,000 ആയി. ഓക്കെ. അത്ര ലക്ഷറി ടാക്സ് അതിൽ നിന്ന് പോയി. ലക്ഷറി ടാക്സ് പോയി. അപ്പോൾ ടോട്ടൽ എത്ര രൂപ വ്യത്യാസം വന്നു? ഇപ്പം നിലവിൽ 82,000 രൂപയുടെ വ്യത്യാസം. 82,000 രൂപയാണ് ഏറ്റവും ടോപ്പ് എൻഡിന് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ 82,000 രൂപ അവിടെ നിൽക്കട്ടെ, ആ ഒരു വില വ്യത്യാസം ഓൾറെഡി ടാക്സ് മാറിയപ്പോൾ വന്നു. ഓഫർ എത്ര ഉണ്ട്? ഓഫർ നമുക്ക് 30,000 വരെ നമ്മുടെ എക്സ്റ്ററിന് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. എനിക്ക് ഏറ്റവും ബേസ് മോഡലിന് ഓഫർ കാണത്തില്ലല്ലോ. ഇല്ല, ബേസിന് ഓഫർ ഇല്ല. മറ്റുള്ള വേരിയൻസിന് ബേസിന് ഓഫറോട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വില താരും. ഓക്കെ. അപ്പം അത്രയും ഓഫർ എനിക്ക് നേരത്തെ തൊട്ട് ഓഫർ ഇല്ലെന്ന് തോന്നുന്നു. ബേസ് മോഡൽ നേരത്തെ തൊട്ട് ഓഫർ വരുന്നില്ല. ഓക്കെ. അപ്പം അത്യാവശ്യം ഓഫർ കിടപ്പുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് എന്തുകൊണ്ട്? എക്സ്ചേഞ്ച് ബോണസ് 25,000 വരെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് എക്സ്റ്ററിന് വരുന്നുണ്ട്. 30,000 രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ഓഫറും 10,25,000 രൂപ എക്സ്ചേഞ്ച് ബോണസും ഉണ്ട്. വേറെ കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ സ്കീം ഒന്നുമില്ല. കോർപ്പറേറ്റ് സ്കീം മാത്രം എല്ലാത്തിനകത്തും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ CNG മോഡൽ കൂടി ഒരു ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് എക്സ്ഷോറൂം പ്രൈസ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? CNG മോഡൽ ആണെങ്കിൽ 2 വേരിയന്റിലല്ലേ CNG ഉണ്ടെന്നോ? 2 വേരിയൻസിലാണ് CNG വരുന്നത്, സിംഗിൾ സിലിണ്ടറും ഡ്യുവൽ സിലിണ്ടറും. സിംഗിൾ സിലിണ്ടർ പറഞ്ഞാൽ മതി, അതല്ലേ വില കുറവ്. CNG വരുമ്പോൾ നമുക്ക് വരുന്നത് നേരത്തെ എത്ര 856 ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അത് നമുക്ക് 783 മാറി. 73,000 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ശരി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമുക്കൊരു 10,50,000 രൂപ തുടങ്ങി ഒരു 10,80,000 രൂപ വരെ എക്സ്റ്റർ എന്ന വാഹനത്തിന് വില കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു 10,30,000 രൂപ ക്യാഷ് ഓഫറും ഉണ്ട്, ഒരു 10,20,000 രൂപ എക്സ്ചേഞ്ച് ബോണസും ഈ മാസം കിടപ്പുണ്ട്. അത്രയാണ് എക്സ്റ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത് ഇപ്പോൾ നമുക്ക് ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു വണ്ടി തന്നെയാണ് വെനു. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകം പറയാനുണ്ട്, ഡീസൽ നമുക്ക് കിട്ടും എന്നുള്ളത്. കാര്യം ഒരുപാട് മോഡലുകൾ ഡീസൽ വണ്ടി നമുക്ക് വരുന്നില്ല മാർക്കറ്റിൽ. ഡീസലിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാരുതിയിലേക്ക് വന്ന ഒറ്റ വണ്ടി പോലും ഡീസൽ ഇല്ല. അപ്പോൾ പലർക്കും ഡീസൽ വണ്ടി വേണം പലർക്കും ഡീസൽ വണ്ടി ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാം. പലർക്കും അറിയത്തില്ല, കസ്റ്റമേഴ്സിന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും നിർത്തി എന്നുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന് ഡീസലിന് ഓഫർ വല്ലതും ഉണ്ടോ? അതാരും ചോദിക്കട്ടെ. പെട്രോൾ എന്തായാലും ഓഫർ ആണോ? ഇത്രയും നാള് നമുക്ക് ഓഫർ ഒന്നും വന്നിരുന്നില്ല. ഇപ്പൊ നമുക്ക് അതിന് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. എത്ര വരുന്നുണ്ട്? 10,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് ഇതിന് വരുന്നുണ്ട്, ഡീസൽ വേരിയന്റിന് മാത്രം. ഓക്കെ. അപ്പോൾ പെട്രോളിലേക്ക് ഒന്ന് പോയാൽ എത്ര വരുന്നുണ്ട്? പെട്രോളിലോട്ട് വരുമ്പോൾ ഇതിന് 35,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടെർബോ എഞ്ചിനും 20,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു ചോദ്യം, പ്രൈസിനെ കുറിച്ച് സംസാരിക്കും. ഇതിൻ്റെ ഒരു ബേസ് മോഡൽ നേരത്തെ എക്സ്ഷോറൂം പ്രൈസ് എത്ര? ഇതിൻ്റെ പ്രൈസ് വരുമ്പം നേരത്തെ എക്സ്ഷോറൂം പ്രൈസ് 7,94,000 രൂപയായിരുന്നു. 7,94. ഇപ്പോൾ എത്രയായി? ഇപ്പോൾ അത് മാറിയിട്ട് 7,26 പോയി. എത്ര രൂപ കുറഞ്ഞു? ഏകദേശം ഒരു 67,000 രൂപ. 67,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് വന്നേക്കുന്ന ഒരു മോഡൽ വെനു ആണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 67,000 അവിടെ തന്നെ കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്? നേരത്തെ എക്സ്ഷോറൂം 13,47,000 കുറഞ്ഞ് 12,32 ആയി. അപ്പം വില വ്യത്യാസം വന്നേക്കുന്നത് 14,000 രൂപ വ്യത്യാസം. 1,14,000 അവിടെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഡീസലിലോട്ട് വരുമ്പോൾ 1,34 വരെ വ്യത്യാസമുണ്ട്. ഡീസലിലോട്ട് വരുമ്പോൾ 1,34 വരെ വില വ്യത്യാസം ഇതിന് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വിലക്കകത്ത് വ്യത്യാസം വന്നു. വെന്യു എന്ന മോഡൽ ഏറ്റവും എടുക്കാൻ അനുയോജ്യമായ ഒരു സമയം ഇപ്പൊ തന്നെയാണ് സത്യം. ഓണത്തിന്റെ ഓഫറും കിടപ്പുണ്ട്, വില വ്യത്യാസവും ഉണ്ട്. എല്ലാം കൊണ്ടും എടുക്കുന്നവർക്ക് ഗുണമാണ്. പക്ഷെ കഴിഞ്ഞ മാസം എടുത്തവർക്ക് വിഷമമാണ്. അതും ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സർക്കാരിന്റെ കാര്യമാണ്. അവർ പെട്ടെന്ന് പ്രതീക്ഷയില്ല ഇത്രയും അതെ. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ക്രെറ്റയിലേക്ക് വരാം. ക്രെറ്റയുടെ ഞാൻ ഓഫറിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, ഒന്നും ഇല്ലെന്നുള്ള മറുപടി ആയിരിക്കും വരാൻ പോകുന്നത് എനിക്കറിയാം. ഞാൻ ഓഫർ വരുന്നില്ല ക്രെറ്റയ്ക്ക്. കഴിഞ്ഞ മാസം നമ്മളൊരു വെഹിക്കിൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രെറ്റ
1 രൂപ പോലും നമുക്ക് ഓഫർ കിട്ടിയിട്ടില്ല. അത് വേറൊരു നമ്മൾ ഒത്തിരി സംസാരിച്ചതാണ്, 1 രൂപ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് നമ്മൾ എടുത്തത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്തിടാം. ഞാൻ എടുത്തല്ല കേട്ടോ, അതിന് തെറ്റിദ്ധരിക്കല്ലേ, നമ്മുടെ എൻ്റെ കുഞ്ഞമ്മ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്തിടാം. കുറേ വണ്ടിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവസാനം എന്താ പറയുക കറക്റ്റ് എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തിയത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുക, ഏതൊക്കെ വണ്ടിയായിരുന്നു നോക്കിയത് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ട് കറക്റ്റ് എടുത്തു എന്നുള്ളതും പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടതിനകത്ത് അതും ഞാൻ പറഞ്ഞു തരാം. ഓരോന്നിനെ കോസ്റ്റ് ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. ഓഫർ ഒന്നുമില്ല, അതിന് കാര്യം എനിക്കറിയാം, ഞാൻ ഒത്തിരി സംസാരിച്ചതാണ്. ഓഫർ വർഷമായി കറക്റ്റ് വന്നിട്ട് അതെ ഇതുവരെ അതിന് ഓഫർ ഒന്നും വന്നിട്ടില്ല. വില അങ്ങ് പറഞ്ഞു. ഏറ്റവും ബേസ് മോഡൽ വരുവാണെങ്കിൽ 11,10,000 രൂപയ്ക്കായിരുന്നു നമ്മൾ എക്സ്ഷോറൂം വില സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 10,72 കൊടുക്കാൻ പറ്റും. ടോട്ടൽ എത്ര ഡിസ്കൗണ്ട്? നമുക്ക് 38,000 രൂപയുടെ വ്യത്യാസമാണ് സ്റ്റാർട്ടിംഗ് വേരിയന്റിൽ അത് വരുന്നത്. ഓക്കെ നോക്കട്ടെ. 38,000 മുതൽ 38, 42, 44, 50 ആ ഒരു റേഞ്ചിൽ 60,000 രൂപ വരെ നമുക്ക് 60,000 രൂപ വ്യത്യാസം വന്നത്. ഒരുപാട് വ്യത്യാസം വരുന്നില്ല കേട്ടോ. കറക്റ്റായി സംബന്ധിച്ചിടത്തോളം 38,000 തുടങ്ങി പിന്നെ 50,000, 49, 43 വേരിയന്റുകൾ മാറുന്നതിനനുസരിച്ച് അങ്ങനെ വ്യത്യാസങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ 60,000 രൂപ വരെ കറക്റ്റേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. വേറെ ഓഫറോ കാര്യങ്ങളോ ഒന്നും തന്നെ കറക്റ്റേക്ക് വരുന്നില്ല. അപ്പോൾ കറക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് വെർണ എന്നൊരു വാഹന മോഡൽ വരുന്നുണ്ടല്ലോ. നമുക്ക് വെർണ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീമിയം സെഡാൻ വന്നപ്പോൾ വരുന്നുണ്ട്. അതിന് എത്ര ഓഫർ വരുന്നത്? ഓഫർ വരുന്നത് 20,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. അതിനകത്ത് എത്ര പ്രൈസിനകത്ത് വല്ല വ്യത്യാസങ്ങൾ വല്ലതും? വെർണയ്ക്കകത്ത് നല്ലൊരു പ്രൈസ് വ്യത്യാസം വെർണയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഓഫർ മോശമല്ലാത്ത രീതിയിൽ വെർണയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട്. കറക്റ്റേക്ക് പ്രത്യേകിച്ച് ഓഫറോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുത്തിട്ടുമില്ല. വെർണ എങ്ങനെ 11,07,000 തൊട്ടായിരുന്നു നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിരുന്നത്. അവിടെ 10,69 നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ 11,07,000 10,69 മാറി. അതായത് 38,000, 42,000 കുറഞ്ഞ് 46,000, 45,000. ഓക്കെ ഒരു 60,000 രൂപ വ്യത്യാസമാണ്. അതായത് 38,000 തുടങ്ങി 60,000 വരെ. അതായത് കറക്റ്റയുടെ പോലെ തന്നെ വില വ്യത്യാസം വന്നു. 38, 45, 49, 50 ആ ഒരു രീതിയിൽ വില വ്യത്യാസം വന്നു വെർണയ്ക്ക്. ഇനിയിപ്പോൾ നമുക്ക് അൽക്കസർ വരുന്നുണ്ടല്ലോ. അൽക്കസറിലേക്ക് ഒരു സമയത്ത് ഓഫറോ കാര്യങ്ങൾ എന്തെങ്കിലും ഓഫർ വരുന്നുണ്ട്. എങ്ങനെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുള്ളത്? അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടോ? അൽക്കസാറിന് അത്യാവശ്യം നല്ല ഓഫറൊക്കെ വരുന്നുണ്ട്. അൽക്കസാറിന് വരുന്നതെന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ അതേപോലെ തന്നെ 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസും കൊടുത്തിട്ടുണ്ട്. മോശമല്ലാത്തൊരു ഓഫർ, ചെറിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അൽക്കസറിന് എനിക്കൊന്ന് ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കുമല്ലോ. 38,000 സെയിം തന്നെ ഒരു 38,000-40,000 തുടങ്ങി ഒരു 60,000 വരെ വില വ്യത്യാസമാണ് അൽക്കസറിന് വരുന്നത്. വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോ നമ്മൾ വിട്ടുപോയത്? എനിക്ക് EV എന്നൊക്കെ നമുക്ക് 1-2 മോഡൽസ് ഇല്ല. അതിനൊക്കെ അല്ല അത് നമ്മൾ ഓൾറെഡി കറക്റ്റായി കുറിച്ച് പറഞ്ഞല്ലോ. EVക്ക് അങ്ങനെ വലിയ പ്രൈസ് വ്യത്യാസം ഒന്നും വരുന്നില്ലല്ലോ. ഇല്ല, EVക്കൊന്നും അത്രയും വ്യത്യാസം, ചെറിയ വ്യത്യാസം മാത്രം, ഒരു 6,000 രൂപ വ്യത്യാസം. നേരത്തെ നമുക്ക് കൊനി എന്ന് പറഞ്ഞ ഒരു വണ്ടി അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് Ioniq 5 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനം ഉണ്ട്. ഓക്കെ അത് മാത്രമാണ് വരുന്നത്. അതൊക്കെ എത്ര റേഞ്ച് വരുന്നത്? 55-60 രൂപ റേഞ്ചിൽ വില വ്യത്യാസം. അതിനകത്ത് വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഒന്നുമില്ല. EVക്കൊന്നും വലിയ രീതിയിലുള്ള വില വ്യത്യാസം. എനിക്ക് 5% കണ്ടില്ലേ ടാക്സ് വരുന്നത്? ഇപ്പോഴും അത് തന്നെയല്ലോ. അല്ല 5% നിന്ന് 10% മാറിയായിരുന്നു. 2 ലക്ഷം രൂപ കൂടിയേക്കുവാൻ. ഓക്കെ അങ്ങനെ ഒരു വ്യത്യാസമാണ്. ഇപ്പോഴാണോ അത് മാറിയത്? ഈ അടുത്തിടയ്ക്ക് മാറി. ഇപ്പൊ ഈ ഒരു അപ്ഡേഷൻ മതം പ്രത്യേകിച്ച് കുറഞ്ഞൊന്നുമില്ല. ക്രെറ്റ ഇലക്ട്രിക്കിന് ഞാൻ 18 ലക്ഷം രൂപയ്ക്കായിരുന്നു നമ്മൾ സ്റ്റാർട്ടിംഗ് വേരിയന്റ് കൊടുത്തത്. ഇപ്പം 20 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഉണ്ട്. ഓക്കെ വില നല്ല രീതിയിൽ മാറി. 5% ടാക്സിലോട്ട് മാറിയപ്പോൾ തന്നെ ഇത് ബാക്കിയുള്ള വേരിയൻസിന് കുറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഭാവിയിൽ ഇതിങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇലക്ട്രിക്കിലേക്ക് കൂടും. കാര്യം ഭാവി ഇനിയിപ്പോൾ ഇലക്ട്രിക് ആണല്ലോ. ഇപ്പോഴേ കുറേശ്ശെ കൂട്ടി വെച്ചെങ്കിൽ ഭാവിയിലേക്ക് ഒറ്റയടിക്കിപ്പോൾ കൊണ്ട് 28 കൊണ്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ നമ്മൾ പറയാനായിട്ട്? വേറെ വണ്ടിയൊന്നുമില്ലല്ലോ? നമ്മൾ മിസ്സായിപ്പോൾ വണ്ടികളൊന്നും ഇല്ലല്ലോ? ടുസോണോ പറയുന്ന വണ്ടിയുണ്ട് നമുക്ക്. അതെത്ര വരും? ഓൺ റോഡൊക്കെ എത്ര വരും? അത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 34 ലക്ഷം തൊട്ട് 45 ലക്ഷം രൂപ വരെ. 45 ലക്ഷം രൂപയാണ്. 4 വീൽ ഡ്രൈവ് ഒക്കെ വരുന്നത് ടൂസോൺ തൊട്ടാണ്. ഓക്കെ അതിനകത്ത് ഓഫർ അങ്ങനെ എന്തെങ്കിലും? ഓരോ ഇപ്പം ടൂസോണിനകത്ത് മോശമല്ലാത്ത ഓഫർ ടൂസോണിനകത്ത് വന്നേക്കുന്നത് 35,000 രൂപ ഓഫർ. അതൊക്കെ തന്നെ ഓഫർ വരുന്നത്. ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യാത്തൊരു വീഡിയോ ആണ്. ഞാൻ പെട്ടെന്ന് വന്നിട്ടാണ് പറഞ്ഞത് വീഡിയോ എടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് നോക്കി വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മ കൊണ്ട് ക്ഷമിച്ചേക്ക്. എല്ലാവരും കാര്യം മനസ്സിലാക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്താണ് നമ്മുടെ സ്ഥലപ്പേര് എന്തുവാണ് കറക്റ്റ് വരുന്നത്? നമ്മുടെ ചുങ്കത്തിൻ്റെ പുതിയാവ് പുത്തൻതെരു നമ്മുടെ ഓപ്പോസിറ്റ് ES ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ഓക്കെ അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അറിയണമെങ്കിൽ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വേറെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരാം. അതൊരു എല്ലാവർക്കും ബൈ.